ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഞാനിന്ന് വീഡിയോ മലയാളത്തിൽ ചെയ്യാമോ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഹരിപ്പാട് ഒരു വീഡിയോ നേരത്തെ ചെയ്തപ്പോഴത്തേക്കിന് കുറേ ആളുകൾ ഇംഗ്ലീഷിനെ പറ്റി ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ് അത് മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് മലയാളത്തിൽ ചെയ്യാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാനിന്ന് നിങ്ങളെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിലുള്ള KSRTC ബസ് സ്റ്റാൻഡ് ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഞാനുള്ളത് കച്ചേരി ജംഗ്ഷനിലാണ്. കച്ചേരി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ടെടുത്ത് വൺ വേയിലൂടെ ഞാനൊന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കാം, ഇതാണ് പണ്ട് സുരേഷ് എന്ന് പറയുന്ന തിയേറ്ററുണ്ട സ്ഥലമാണിത്. S&S ഓഡിറ്റോറിയവും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്തോറും സിറ്റിയുടെ ബിൽഡിങ്സൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. റൂറൽ ഏരിയയിലോട്ട് പോകുന്ന റോഡാണിത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മുനിസിപ്പാലിറ്റി. ഇതാണ് ലെഫ്റ്റ് സൈഡിൽ കണ്ടതാണ് S&S ഓഡിറ്റോറിയം. റൈറ്റ് സൈഡ് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ ലെവൽ ക്രോസിനുള്ള റോഡാണ്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കാരിച്ചാൽ, എടത്തുവ, വിയപുരം, പിന്നെ തിരുവല്ല റൂട്ടിലൊക്കെ പോകാം. ഈ ലെഫ്റ്റ് റോഡ് നമുക്ക് ആ മെയിൻ റോഡിലോട്ട് പോകാൻ കഴിയും. ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് സൈഡിൽ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. റോഡ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മാത്രമല്ല നല്ല രീതിയിൽ ടാറും ചെയ്തിട്ടുണ്ട്. ചില സൈഡിലൊക്കെ ഗട്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും. ഇതാണ് മെയിൻ റോഡ് കണക്റ്റിംഗ് മാധവ ജംഗ്ഷൻ വിത്ത് കാരിച്ചാൽ, പായിപ്പാട്, വള്ളംകളിയൊക്കെ നടക്കുന്ന സ്ഥലത്തോട്ടുള്ള റോഡാണ് എടത്തുവ. ഈ റോഡ് നേരെ ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ്റെ പേര് ടൗൺ ഹാൾ ജംഗ്ഷൻ എന്നാണ്. അവിടുന്ന് നമുക്ക് നേരെയുള്ള റൂട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നേരെ നാഷണൽ ഹൈവേ 66 പോകും. റൈറ്റ് സൈഡ് ഹരിപ്പാട്, അമ്പലം, മണ്ണാർശാല റൂട്ടിലോട്ടുള്ള റോഡാണ്. ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എഴുക്കിയത്ത് ജംഗ്ഷൻ വഴി നേരെ മാന്നാർ, പള്ളിപ്പാട് അങ്ങനെ റൂട്ടുകളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് മെയിൻ ജംഗ്ഷൻ. ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. മിക്കവാറും കടകളെല്ലാം ഈ വെൻഡേഴ്സിൻ്റെയാണ്. സൈൻ ബോർഡ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ടൗൺ ഹാൾ ജംഗ്ഷൻ. ബട്ട് ഇപ്പം ടൗൺ ഹാളായിട്ട് അവിടെ ഇല്ല. നേരെ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്സും കാണാൻ കഴിയും. അപ്പം നമുക്ക് ഇവിടുന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കിവിടുന്ന് റൈറ്റ് എടുത്തിട്ട് അമ്പലത്തിൻ്റെ ആ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ അമ്പലത്തിൻ്റെ ആ ഒരു ഇതും കൂടെ കാണാൻ കഴിയും. നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഗേറ്റ് ഉള്ളത് അമ്പലത്തിൻ്റെ. മോസ്റ്റ്ലി ഈ റോഡ് സൈഡിൽ മൊത്തം വെൻഡേഴ്സാണ്. അവർ ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫുട്പാത്ത് പോലും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. അതൊരു ഇല്ലീഗൽ ഓക്യുപ്പൻസ് പോലാണ്. ആ കണ്ടത് റൈറ്റ് സൈഡിൽ കണ്ടത് ഗേൾസ് സ്കൂളാണ്. നേരെ കാണുന്നതാണ് ഹരിപ്പാട് അമ്പലം. രണ്ട് സൈഡിലും നമുക്ക് വെണ്ടേഴ്സിനെ കാണാൻ കഴിയും. എന്തോ പറയുന്നത്, നമുക്ക് ഫുട്പാത്ത് കയ്യേറി ജീവിക്കാൻ വേണ്ടി ആയിരിക്കാം ശരിക്കും. ഇതാണ് അമ്പലം. അപ്പോൾ ഇവിടെ നേരെ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ മണ്ണാർശാല അമ്പലത്തിലോട്ട് പോകുന്ന റൂട്ടും പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് ഓഫീസിലോട്ടൊക്കെ പോകുന്ന വഴിയാണിത്. മോസ്റ്റ്ലി ഇങ്ങനെയുള്ള വഴികളൊക്കെ നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും രണ്ട് കുളങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ കാണിക്കാൻ കഴിയുന്നില്ല. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അതൊരു അമ്പലക്കുളമാണ്. അപ്പോൾ അവിടെ നമ്മൾ നേരെ ഇതാണ് ഈ കൊട്ടാര ഏരിയ. ഹരിപ്പാട് പണ്ട് മയൂർ സന്ദേശമൊക്കെ എഴുതിയ ആ കൊട്ടാര ഏരിയയാണിത്. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ റോഡിന് കട്ട് കാണാം. അപ്പോൾ ഹരിപ്പാട് മുനിസിപ്പാലിറ്റി ഈ റീസെൻ്റായിട്ട് ഉണ്ടായ ഒരു മുനിസിപ്പാലിറ്റിയാണ്. സോ അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം റോഡ് അവിടെ ഇവിടെയൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് മോഹൻലാൽ മൾട്ടിപ്ലെക്സ് തിയേറ്ററാണ്. എംലാൽ സിനി കോംപ്ലക്സ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമുക്ക് SN തിയേറ്ററും ഉണ്ട് ഹരിപ്പാട്. ഹരിപ്പാടിൻ്റെ ചരിത്രം നോക്കുവാണെങ്കിൽ തൃക്കുന്നപ്പുഴ ബുദ്ധിസ്റ്റ് കേന്ദ്രമായിട്ടൊക്കെ ഉള്ള ഒരു ചരിത്രമുണ്ട് ഹരിപ്പാടിന്. അതുപോലെ തന്നെ ഹിന്ദു റിലീജിയനുമായിട്ടും ഉണ്ടായിരിക്കാം, കൃത്യമായിട്ട് അറിയത്തില്ല. ഇത് നമുക്കിപ്പോൾ മാധവ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് NSSൻ്റെ. അപ്പം ഇവിടെ ഒരു പില്ലർ കൺസ്ട്രക്ഷനൊക്കെ നടക്കുമെന്ന് തോന്നുന്നു. ഇടത്തോട്ടുള്ള റോഡാണ് നമുക്ക് നേരെ പോകുന്നത് ടൗൺ ഹാൾ ജംഗ്ഷനിലോട്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് നാഷണൽ ഹൈവേ 66 ആണ്. പ്രൈവറ്റ് ബസ്സിൻ്റെ കളർ നീലയാണ് ഇവിടെ പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം റോഡിങ്ങനെ നേരെ പോകുമ്പോഴത്തേക്കിന് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഹരിപ്പാട് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കാണാം. സിറ്റി അധികമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലും അതുപോലെ തന്നെ
താലൂക്ക് ഹെഡ് ക്വാർട്ടർ ഹോസ്പിറ്റലിൻ്റെ സൈഡിലുമൊക്കെ ആയിട്ടാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനാണ് നമുക്ക് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് കാണാൻ കഴിയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനുമാണ്. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷന് പുതിയ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡ് പിന്നെ റെയിൽവേ സ്റ്റേഷൻ. അപ്പം മോസ്റ്റ്ലി നമ്മുടെ ഹോട്ടൽസ് ഒക്കെ കാണുന്നത് ഈ ഏരിയയിലാണ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലുണ്ട്, മുരളി ഹോട്ടലും. അതുപോലെ തന്നെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, സ്വാതി തിയേറ്റർ. അതും മോഹൻലാലിൻ്റെ തിയേറ്ററായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ആശീർവാദം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെയും ഇത് മെയിൻ ജംഗ്ഷനാണ്. അത് താലൂക്ക് ഹെഡ് ക്വാർട്ടർ ഹോസ്പിറ്റൽ ജംഗ്ഷനാണ്, ആശുപത്രി ജംഗ്ഷൻ എന്നും പറയും. അപ്പോൾ ഇവിടെയും മിക്കവാറും ഒരു ഫ്ലൈ ഓവർ വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. ഈ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ മെയിനായിട്ട് ഈ റോഡ് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതാണ് താലൂക്ക് ഹെഡ് ക്വാർട്ടർ ഹോസ്പിറ്റൽ. നല്ലൊരു ഹോസ്പിറ്റലാണ് ഇവിടുത്തെ. സോ ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും ഡൈവേർട്ട് ചെയ്യും. ചക്ക് കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് സൈഡിലായിട്ട്. മഴ ഇതുവരെയും നല്ല രീതിയിൽ പെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പം റോഡിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഹരിപ്പാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു മുനിസിപ്പാലിറ്റിയാണ്. ഒരു 30,000+ പോപ്പുലേഷനുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഒരു 29 വാർഡുകളുണ്ട് ഈ മുനിസിപ്പാലിറ്റിക്ക്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ന്യൂ ബിൽഡിംഗ് ആണ് KSRTCയുടെ ന്യൂ ബിൽഡിംഗ്. ടെർമിനൽ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് ടെർമിനൽ എന്ന് പറയാൻ കാരണം എനിക്കറിയത്തില്ല. മോസ്റ്റ്ലി ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് അവിടെ തന്നെ എൻഡിങ്ങും ഉള്ള റെയിൽവേ സ്റ്റേഷനുകളെയും അതുപോലുള്ള ഇതിനെയൊക്കെയാണ് ടെർമിനൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ഉണ്ട്. ഇത് തിരുവനന്തപുരത്തോട്ട് പോകുന്ന റൂട്ടാണ്. അപ്പുറേ സൈഡിൽ കുറേ ബിൽഡിങ്സൊക്കെ ഉണ്ട്. മോസ്റ്റ്ലി വെഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ന്യൂലി ഇനാഗ്രേറ്റഡ് ബിൽഡിംഗ് ആണ്. ആ കാണുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ്. കാണാൻ കഴിയുന്നത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലുള്ള ഒരു പില്ലറിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുമെന്നാണ് തോന്നുന്നത്. കാരണം വളരെ ബിസി ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണിത്. തൊട്ടിപ്പുറത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലാണ് KSRTC ബസ് സ്റ്റാൻഡ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് KSRTC ഹരിപ്പാടിൻ്റെ ടെർമിനൽ കോംപ്ലക്സ് എന്നാണ് പേര്. ന്യൂലി കൺസ്ട്രക്റ്റഡ് ആണ് അത്. നിങ്ങളെ ഞാൻ ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് നോക്കാം. സിമെൻറ്റ് ആൻഡ് കോൺക്രീറ്റ് ഫില്ലിംഗ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രാധാന്യമറിയിക്കുന്ന ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്ന് ഒരുപാട് സർവീസുകളുണ്ട് പല സ്ഥലങ്ങളിലേക്കും, കേരളത്തിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും. KSRTC ഹരിപ്പാട് കോംപ്ലക്സിൻ്റെ മുൻഭാഗം ബസ് ഇറങ്ങി വരുന്ന സ്ഥലമാണിത്. സ്ഥലപരിമിതി കാരണം ബസ് സ്റ്റാൻഡിൻ്റെ പിറകു ഭാഗത്തേക്ക് കുറേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അവിടെയാണ് ബസ്സുകളെല്ലാം നാദനില കളരി പോലെയാണ് ഇത് കിടക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ബിൽഡിങ്സിലെ ഷോപ്സൊന്നും ആരും അധികം റെൻറ്റിനെടുത്തിട്ടില്ല. അത് കാനറ ബാങ്ക് മാത്രമാണ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല ബസ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതാണ് ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥ.